ഏതായാലും അൽഹംദുലില്ലാ മുഅ്മിനെ കൊല്ലം തന്നെ പോകാൻ കഴിയാന്നുള്ളത് വലിയ തൗഫീഖാണ്. ഇന്ന് രാവിലെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗവൺമെന്റിൽ ഹജ്ജിന് കൊടുത്തതാണ് ഉസ്താദെ, എനിക്കത് കിട്ടുകയും ചെയ്തു. പിന്നെയാണ് ചില പരസ്യങ്ങൾ കണ്ടത്, ഗവൺമെന്റ് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഞങ്ങൾ ഹജ്ജിന് കൊണ്ടുപോകുന്നു. അത് ക്യാൻസലാക്കി ഞാനൊരു ഗ്രൂപ്പ് കൊടുത്തു. ചുരുക്കി പറയാ, ആശങ്കയുടെ മുൾമുനയിലാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടെടുത്തേക്കാണ് പോകുന്നത്. ആരും കുറ്റപ്പെടുത്തില്ല, ഇതിന് തൗഫീഖ് വേണം. ഇത് അള്ളാഹുവിന്റെ അതിഥിയായി അള്ളാഹു ജനകോടികളിൽ നിന്ന് അവന്റെ ഭവനത്തിലേക്ക് തെരഞ്ഞെടുക്കുകയല്ലേ. സമ്പത്തുണ്ടായത് കൊണ്ട് മാത്രം അക്കാര്യം നടന്നുകൊള്ളണമെന്നില്ല, മറ്റു സ്വാധീനങ്ങൾ ഉണ്ടായത് കൊണ്ട് നടന്നുകൊള്ളണമെന്നില്ല. ഇലാഹായ റബ്ബിന്റെ തൗഫീഖ് വേണം. ജല്ല ജലാലായ അല്ലാഹു അവന്റെ അതിഥിയായി തെരഞ്ഞെടുക്കുകയാണ്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹി അസ്സ വജല്ല വസുവാറുഹു. ഹാജി, ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ഒക്കെ അവരെ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. അവരല്ലാഹുവിന്റെ പ്രതിനിധി സംഘമാണ്. അവരല്ലാഹുവിന്റെ പ്രത്യേക അതിഥികളാണ്. ഇൻസഅലൂഹു അഅ്താഹും. അവരുടെ പ്രത്യേകത, മനസ്സറിഞ്ഞ് ഇലാഹായ റബ്ബിനോട് എന്തൊരു കാര്യത്തിന് വേണ്ടി നിബന്ധനകൾ ഒപ്പിച്ചവര് ചോദിച്ചാലും ഇലാഹായ റബ്ബ് അവർക്കത് നൽകിയിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പ്രാധാന്യമുണ്ട്, അവർക്ക് പരിഗണന ഉണ്ട്. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, എത്ര മുഅ്മിനീങ്ങളാണ് പടച്ച റബ്ബേ ഹജ്ജിന് പോകാത്തവരും ഈ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവരെ ഹാജിമാരെയൊക്കെ ഒന്ന് ആദരിക്കണം, ബഹുമാനിക്കണം, പരിഗണിക്കണമെന്ന താല്പര്യത്തോടെ എത്രയാണ് അവർ ചീരിനികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അവരുടെ മുറാദുകളൊക്കെ ഹൈറായ നിലയിൽ അള്ളാഹു ഹാസിലാക്കട്ടെ. പിന്നെ ഇതിൻ്റെയൊക്കെ വിജയത്തിന് വേണ്ടി ദിവസങ്ങളായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനോട് താല്പര്യമുള്ള സഹോദരി സഹോദരന്മാർ, ഇതിലേക്ക് സഹായത്തിന്റെ കൈകൾ നീട്ടിയവർ, എല്ലാ ഐശ്വര്യവും ഇലാഹായ റബ്ബ് അവർക്ക് നൽകട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിൽപ്പെട്ടവരാണ് നമ്മൾ. അത് ചെറിയൊരു സംഗതിയല്ല. അതുകൊണ്ട് ഒന്നാമതായി പറയാനുള്ളൊരു കാര്യം, ആശങ്ക വേണ്ട. ചില ആളുകൾക്കൊക്കെ ഹജ്ജിന്റെ ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഷുഗർ വല്ലാതെ കൂടും, പ്രഷർ കൂടും, ആകെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. കാരണം എന്താ, പലരും ഇങ്ങനെ മുമ്പ് പോയിട്ടുണ്ടായ ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പറയാ. നമ്മൾ ആലോചിക്കേണ്ടത്, ഹബീബായ നബി തങ്ങൾ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കാര്യം? ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഫീ ലമാനില്ലാ അൽ ഹാജു ഫീ ലമാനില്ലാ. ഒരു ഹാജി അവന്റെ നീയത്ത് നന്നാക്കി ഇറങ്ങുന്നുവെങ്കിൽ ഇലാഹായ റബ്ബിന്റെ പ്രത്യേക സംരക്ഷണത്തിലായിരിക്കും അയാളെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആശങ്കകൾ ഒഴിവാക്കുക. ഒന്ന്, ഹജ്ജിലും ഉംറയിലും നിർബന്ധമായി ചൊല്ലേണ്ട ഒന്നുമില്ല, ചെയ്യേണ്ട ചില കാര്യങ്ങളേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ത്വവാഫിൽ മാത്രം ചില കാര്യങ്ങളാണ്. അപ്പൊ ആശങ്കപ്പെടാനൊന്നുമില്ല. ശരിക്കും ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ റാഹത്തായി നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ച് റിസ്ക് തോന്നുന്നത് എന്താണെന്നറിയോ? നമ്മൾ മാത്രമേ മക്കയിലും മിനയിലും അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ ഉള്ളതെങ്കിൽ ഹജ്ജ് എത്രമേൽ എളുപ്പമെന്നറിയോ? വളരെ എളുപ്പമുള്ള സംഗതിയാണ്. ആർക്കും മനസ്സിലാക്കിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ആളുകൾ ഇങ്ങനെ ജനലക്ഷങ്ങൾ കൂടുമ്പോൾ അതിൻ്റെതായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് മാത്രം. എന്നാലും പരമാവധി ആ ത്യാഗം സന്തോഷത്തോടെ സ്വീകരിച്ച് ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവും മനസ്സിന് പ്രയാസമാകാത്ത നിലയിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അഥവാ ഈ യാത്രയിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഒന്ന് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, എന്താ പ്രശ്നം? മരിക്കാണ്ട് മരിച്ചോട്ടെ, ആ നിലയിൽ തന്നെ നിയ്യത്ത് ചെയ്യണം. എന്തേ കാര്യം? ഒരാള് ഹജ്ജിനോ ഉംറക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്
വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ ഖിയാമത്ത് നാൾ വരെ ഹജ്ജും ഉംറയും ചെയ്യുന്ന കൂലിയാണ് പടച്ച റബ്ബ് അയാൾക്ക് നൽകുന്നതെങ്കിൽ പിന്നെ ഞാൻ മരിക്കോ പടച്ചോനെ എന്നുള്ള പേടിക്ക് എന്ത് പ്രസക്തി? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഖറജ മിൻ ബൈതിഹി ഹാജൻ ഔ മുഅ്തമിറാ, ഒരാൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്, ലക്ഷ്യം ഹജ്ജ് ചെയ്യലാണ്, ലക്ഷ്യം ഉംറ ചെയ്യലാണ്. ഫമാതാ, വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയാൽ അജ്റാലഹു അജ്റൽ ഹാജിൽ മുഅ്തമിരി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഹജ്ജും ഉംറയുമായി കഴിയുന്ന ഒരാൾക്ക് പടച്ച റബ്ബ് നൽകുന്ന കൂലി എത്രയാണോ അത്രയും വലിയ കൂലിയാണ് ഈ മനുഷ്യന് അള്ളാഹു നൽകുന്നതെങ്കിൽ പിന്നെ മരിക്കോ എന്നുള്ള പേടിക്ക് എന്ത് പ്രസക്തി? അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ومن مات من إحدى الحرمين لم يعرض ولم يحاسب وقيل له ادخل الجنة. മക്കയിലെ ഹറമിലോ മദീനയിലെ ഹറമിലോ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മഹ്ശറയിൽ നിന്ന് വിചാരണക്ക് വരുമ്പോൾ അയാൾക്ക് ഒരാശങ്കയും ഉണ്ടാവില്ല. പിന്നെ വിചാരണക്ക് വേണ്ടി കാത്തിരിക്കണ്ട, പിന്നെ അയാളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടലില്ല. നേരെ അയാളോട് പറയപ്പെടും ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കയറിക്കോ. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക, നമ്മൾ ഒരുങ്ങേണ്ട നിലയിൽ നമ്മൾ ഒരുങ്ങുക. പടച്ച റബ്ബ് അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ. ഇത്രയും ആളുകൾ ഇങ്ങനെ കൂടുമ്പോൾ അത് വലിയൊരു ജിഹാദായി മാറും. ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്ത് റസൂലിനോട് പറയുന്നുണ്ട്, നറൽ ജിഹാദ അഫ്ളൽ അമലി യാ റസൂലല്ലാഹ്, നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ അമലി ജിഹാദാണ് എന്നാ ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ ഒരു വീക്ഷണം അനുസരിച്ച് ഏറ്റവും വലിയ അമല് ജിഹാദാണ്. ഉടനെ എന്നിട്ട് ചോദിക്കുന്നത്, അഫലാ നുജാഹിദു യാ റസൂലല്ലാഹ്, ഞങ്ങളും ആ യുദ്ധത്തിന് പുരുഷന്മാരെ പോലെ തന്നെ വരട്ടെയോ നബിയെ? ഖാല, ഹബീബായ നബി തങ്ങൾ നൽകിയ മറുപടി, അഫ്ളലുൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് അത് മബ്റൂറായ ഹജ്ജാണ്. അതാണ് ജിഹാദുൽ കബീരി വല്ലഈഫി വൽ മർഅതി, ആണിന്റെയും പെണ്ണിന്റെയും ദുർബലന്റെയും പ്രായമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ എല്ലാവരുടെയും ജിഹാദാണ് മബ്റൂറായ ഹജ്ജ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹജ്ജ് മബ്റൂറാവണം. അധികം ആളുകൾക്കും ആയുസ്സിൽ ഒരിക്കലാണ് ഇതിനൊരു ചാൻസ് കിട്ടുന്നത്. അതാണ്ട് നഷ്ടപ്പെട്ടു പോയാൽ വലിയ നഷ്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഹജ്ജ് മബ്റൂറാകണം. മബ്റൂർ എന്ന് പറഞ്ഞാൽ ലൈസ ഫീഹി ഇസ്മുൻ വലാ ഖത്തിയ, കുറ്റങ്ങളില്ലാതെ തെറ്റുകളില്ലാതെ, വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല, ചെറിയ ദോഷങ്ങളുമില്ല വലിയ ദോഷങ്ങളുമില്ല. ഹലാലായ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു തർക്കത്തിനില്ല. ഹലാലായ കാര്യത്തിൽ തർക്കിച്ചൂടെ? സ്വാഭാവികമായും ഹലാലായ കാര്യങ്ങൾക്ക് തർക്കിക്കാലോ. പക്ഷെ ഒരു ഹാജി അയാൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എല്ലാ തർക്കങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. അത് വലിയ ജിഹാദാണ്. കാരണം മിനയിലൊക്കെ 3-4 ദിവസം അങ്ങനെ രാപ്പാർക്കുമ്പോഴേ ആ ദുൽഹിജ്ജ 8-ന് പോയിട്ട് മിനയിലായിരിക്കും. പിന്നെ 11-ഉം 12-ഉം അധികം ആളുകളും 13-നും മിനയിലായിരിക്കും. മിനയിൽ ഇപ്പൊ കാര്യമായിട്ടുള്ള പണി എന്താന്ന് ചോദിച്ചാൽ ആ 11-നും 12-നും 13-നും ഒന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിട്ടൊരു കല്ലെറിയുന്ന പണിയേ ഉള്ളൂ. അല്ലാതെ വ്യവസ്ഥാപിതമായ ഔദ്യോഗികമായ പണികളൊന്നുമില്ല. അപ്പൊ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് ഓരോ വിഷയങ്ങൾ പറഞ്ഞ് പല തർക്കത്തിലും എത്തിപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അവിടെയൊക്കെ നല്ല കരുതലുണ്ടാകണം. ആ നിലയിലാകുമ്പോഴേ നമ്മുടെ ഹജ്ജ് മബ്റൂറാകൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. ഏതായാലും പോകാൻ നമ്മൾ ഒരുങ്ങിയല്ലോ, പോകാൻ നമ്മൾ ഒരുങ്ങി. ഇനി നമുക്ക് ആദ്യം നിയ്യത്തൊന്ന് റെഡിയാക്കണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ ഒരുങ്ങി. ഏതായാലും ഇക്കൊല്ലം അല്ലാഹുവേ അൽഹംദുലില്ലാ ഹജ്ജിനുള്ള അവസരമൊക്കെ കിട്ടി. നിയ്യത്ത് നിന്നാക്കാന്ന് പറഞ്ഞാൽ ആ ഉംറയുടെ ഒന്നാമത്തെ റുക്കനായ ഹജ്ജിന്റെ ഒന്നാമത്തെ റുക്കനായ ഇഹ്റാമിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിന്നെയോ ഞാൻ ഈ ചെയ്യുന്ന ഹജ്ജ് ഉംറ സിയാറത്ത് ഇതെന്തിനാവണം? ദീനാഹായ റബ്ബ് പറഞ്ഞതുപോലെ വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്,
ലക്ഷ്യം ഇലാഹായ റബ്ബിന്റെ പൊരുത്തം മാത്രമാവണം. കഴിഞ്ഞ തവണ എൻ്റെ കൂടെ ജോലി ചെയ്തവൻ ഹജ്ജിന് പോയിട്ടുണ്ട്. അവൻ സാമ്പത്തികമായി എന്നേക്കാൾ പിന്നിലാണ്. കഴിഞ്ഞ തവണ എൻ്റെ നാത്തൂന് ഹജ്ജിന് പോയിട്ടുണ്ട്. സാമ്പത്തികമായി അവനേക്കാളൊക്കെ ഉഷാറ്, അവളേക്കാൾ ഉഷാറ് ഞാനാണ്. ഇനി ഞാൻ പോയിട്ടില്ലെങ്കിൽ അതവർക്കിടയിൽ ഒരു കുറച്ചിലാണ്. ആ കുറച്ചിലാണ്ട് മാറിക്കിട്ടണം. ലക്ഷ്യം അതാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കബൂലിയത്ത് കിട്ടൂല, സംഗതി സ്വീകരിക്കാതെ പോകും. ഹാജി നാളുകളൊന്ന് വിളിച്ചു കിട്ടണം, അതാണ് ലക്ഷ്യം. അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കണം, കച്ചവടമുണ്ടാക്കണം, അതുകൊണ്ട് സമ്പാദിക്കണം. ലക്ഷ്യം മാറാനേ പാടില്ല. ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഗതിയാണ്, ലക്ഷ്യം മാറാൻ സാധ്യത ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ലക്ഷ്യങ്ങൾ, നിയ്യത്തുകൾ മാറിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇലാഹായ റബ്ബ് എടുത്തു പറയുകയാണ്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഇലാഹായ റബ്ബിന്റെ പൊരുത്തം മാത്രമാകണം നമ്മുടെ ലക്ഷ്യം. ഈ ഹജ്ജങ്ങ് കഴിഞ്ഞു വരലോട്, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ പരമപരിശുദ്ധിയോട് ഞാൻ സ്വർഗാവകാശിയായി മാറണം റബ്ബേ, അതല്ലാത്ത ഒരു ലക്ഷ്യം എനിക്കില്ല റബ്ബേ. അത് ശരിക്കും മനസ്സിലങ്ങ് ഉറപ്പിച്ചോളൂ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ ലക്ഷ്യമല്ലേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഒരു ലക്ഷ്യമില്ലല്ലോ, അതിനപ്പുറം ഒരു താല്പര്യമില്ലല്ലോ. പടച്ചോനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ പോകാനൊക്കെ നമ്മൾ ഒരുങ്ങിയ സ്ഥിതിക്ക് ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളെ പരിചയത്തിലുള്ള ബന്ധങ്ങളിലുള്ള പറ്റാവുന്നവരോടൊക്കെ ഹജ്ജിൻ്റെ യാത്ര ഒന്ന് പറയണം. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് തോന്നരുത്. കാരണം ചില ആളുകളൊക്കെ നമ്മൾ അവരോട് ഇങ്ങനെ ഹജ്ജിന് പോകുന്നുണ്ട്, ദുആ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഉണ്ട്, പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ തിരിച്ചും അവർക്ക് ദുആ ചെയ്യിപ്പിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഹാജിയുടെ ദുആ അത്രമേൽ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഹാജിക്ക് എല്ലാ ഘട്ടത്തിലും ചെയ്യാനുള്ളത് ദുആ തന്നെയാണ്. ദുആ അങ്ങനെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല, ദുആ ഹിജാബത്തുള്ള 15 കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു, എന്നോടൊരു വാക്കോ പറഞ്ഞില്ലല്ലോ എന്ന് തോന്നരുത്. അതുകൊണ്ട് നമ്മുടെ അയൽവാസികൾ, നമ്മളുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മളുടെ കൂടെ ജോലി ചെയ്തവർ, ചെയ്യുന്നവർ, ഇങ്ങനെ നാമുമായി ബന്ധങ്ങളുള്ളവരോട് പരമാവധി അവരോട് വിളിച്ചിട്ടോ നേരിട്ട് കണ്ടിട്ടോ ഹജ്ജിന് പോകുന്ന വിവരം ഒന്ന് പറയണം. വിവരം പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നറിയൂല. എപ്പോഴാ നമ്മൾ മരിക്കുക എന്നറിയൂല. അത് കരുതി കാണുന്നവരോടൊക്കെ എൻ്റെ അടുത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണം, പൊരുത്തപ്പെട്ട് തരണം, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നൊരു സ്വഭാവം പൊതുവെ നമുക്കുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഒരു ഉംറയാവട്ടെ, ഹജ്ജാവട്ടെ, ആ നിമിഷം വരെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെടിക്കാനുള്ള ഒരു അവസരമാണ്. എന്താ അവസരം? ഞാനിങ്ങനെ ഹജ്ജിന് പോകുന്നുണ്ട്, വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും അനിഷ്ടകരമായ വല്ലതും എന്നിൽ നിന്ന് സംഭവിച്ചെങ്കിൽ അള്ളാഹനെ വിചാരിച്ച് അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണട്ടോന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള ഒരു അവസരമാണിത്. ആ അവസരം നമ്മൾ പാഴാക്കരുത്. ഇങ്ങനെ ഒരു ഹജ്ജിനൊക്കെ ഒരുങ്ങുമ്പോഴേ ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടുള്ളൂ. ഇത് അഭിമാനത്തോടുകൂടെ എല്ലാവരോടും തുറന്ന് പറയാലോ. അതുകൊണ്ട് ഇനി ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്നെ വല്ലതുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് പൊരുത്തപ്പെടട്ടോ എന്ന് പറയണം. കാരണം തമ്മിൽ തെറ്റി പിണക്കം, വൈരാഗ്യം, ദേഷ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർത്തും അത് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന പണി വെറുതാകും, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടൂല, കൂലി കിട്ടൂല. ഇപ്പൊ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള അമലേതാ? അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള അമല് നിസ്കാരാണ്. ആ നിസ്കാരം പോലും പരസ്പരം തെറ്റി നിൽക്കുന്നവരിൽ നിന്ന് ഒരു ചാൺ പോലും അള്ളാഹു ഉയർത്തൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ഹജ്ജിനൊന്നും നിസ്കാരത്തിന്റെ പവറൊന്നുമില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് മുത്തുനബിക്ക് കൊടുത്തതല്ലേ. وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي
മൗലായ സല്ലി വസാ മുത്തുനബിയെ, ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് രാത്രിയിൽ നിങ്ങൾ സഞ്ചരിച്ചു. കൂരിരുട്ടിനെ ഭേദിച്ചുകൊണ്ട് വെളിച്ചം പരത്തി ചന്ദ്രൻ കടന്നു പോകുന്നത് പോലെയാണ് നിങ്ങൾ കടന്നുപോയത്. എല്ലാം കഴിഞ്ഞ് അള്ളാന്റെ ഹളറത്ത് ഖുദ്സിയിലെത്തി അള്ളാനെ കണ്ടുമുട്ടി നേരിട്ട് നിസ്കാരം മുത്തുനബിക്ക് കിട്ടി. അതേറ്റവും പവറുള്ള അമലാണ്. ആ അമല് പോലും മൂന്ന് വിഭാഗത്തിന്റെ നിസ്കാരം തലയ്ക്ക് മീതെ ഒരു ചാൺ പോലും അല്ലാഹു ഉയർത്തുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു വിഭാഗം പരസ്പരം തെറ്റി പിണങ്ങി ദേഷ്യം മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ്. അവരുടെ നിസ്കാരം തന്നെ സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. അതിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു അമലും സ്വീകരിക്കൂല എന്നാ. കാരണം അമലിന്റെ പവർ കൊണ്ട് അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ടത് നിസ്കാരായിരുന്നു. അതന്നെ സ്വീകരിക്കൂലെങ്കിൽ പിന്നൊന്നും സ്വീകരിക്കൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, അങ്ങനെ പിണക്കങ്ങളോ ദേഷ്യങ്ങളോ വൈരാഗ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞ് അത് റാഹത്താക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറിലാക്കി തരുമാറാവട്ടെ. പിന്നെ സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കടം ബാക്കി വെച്ച് ഓരോട് മിണ്ടാതെ ഹജ്ജിന് ഉംറക്ക് പോയിട്ട് കാര്യമല്ല. എന്നോടൊരു 2-3 കൊല്ലം മുമ്പ് ഒരിക്കൽ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ചെറിയൊരു ബന്ധും കൂടിയാണ്, ഉംറക്ക് പോയി ആള് മരിച്ചപ്പോഴാ വിവരം അറിയണത്. 70,000 റുപ്യ എനിക്ക് തരാണ്ട്, വീട് പണിക്ക് വാങ്ങിയതാണ്, 70,000 രൂപ തരാന്ന് പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, ആള് ഉംറക്ക് പോയിട്ടുണ്ട്, അവിടുന്ന് മരിച്ചപ്പോഴാണ് വിവരം അറിയണത്. പടച്ചോനെ റബ്ബേ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാവരുത്. എന്നാൽ കടം നമ്മൾ കൊടുക്കാനുണ്ടെങ്കിലോ നമുക്കവരോട് പറയാ, ഇതാ നിങ്ങൾക്ക് ഇത്രയും ഞാൻ ക്യാഷ് കടായിട്ട് തരാണ്ടല്ലോ, അപ്പോൾ അതിനുള്ള മുതലും കാര്യമൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഇന്ന ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് തന്നാൽ മതിയോ? ഒരു പ്രശ്നമില്ല, ആയിക്കോട്ടെ, നിങ്ങൾ പോയിട്ട് വന്നോളൂ, കുഴപ്പമില്ല. ആ ഒരു തൃപ്തി പറഞ്ഞിട്ട് ആ നിലയിൽ നമ്മൾ സമ്മതം വാങ്ങണം. അല്ലാതെ അവരോട് മിണ്ടാതെ പോയാലൊന്നും ഈ അമല് അല്ലാഹു തആല സ്വീകരിക്കില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുക. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും. എന്നാൽ കൂടി ഞാൻ സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മളുടെ ആ സാമ്പത്തിക വിഷയങ്ങളും പൂർണ്ണമായും ക്ലീൻ ചെയ്യണം. പരമാവധി നമ്മൾ യാത്ര പറയുമ്പോൾ ദുആ ചെയ്യാൻ അവരോട് പ്രത്യേകം നമ്മൾ തന്നെ അപേക്ഷിക്കണം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്താകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് അവരോട് പറയാം. അപ്പം അങ്ങനെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞു. ഈ സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഏകദേശം ഒരു റാഹത്തിലൊക്കെയായി. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാന്റെ അതിഥികളല്ലേ. അള്ളാന്റെ നൂറു തജല്ലി നമ്മളെ കൽബിലേക്ക് പതിഞ്ഞു കിട്ടണം. ആ നൂറു തജല്ലി കൽബിലേക്ക് പതിയാതെ പോകരുത്. ചില ആളുകൾ ചില ആളുകളുടെ ഹൃദയത്തിൽ റെയിൻ ബാധിച്ചിട്ടുണ്ടാകും, ക്ലാപ്പ് ബാധിച്ചിട്ടുണ്ടാകും. അങ്ങനെ ക്ലാപ്പ് ബാധിച്ചവരുടെ കൽബിലേക്ക് ആ നൂറു തജല്ലി പതിയൂല. അങ്ങനെ വല്ല ക്ലാപ്പുകളോ കറകളോ നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അത് പൂർണ്ണമായും ക്ലീൻ ചെയ്യണം. എങ്ങനെ ക്ലീൻ ചെയ്യാം? റസൂൽ പറഞ്ഞില്ലേ, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത നുഖ്തതൻ സൗദാ. മുഅ്മിനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, ഒരു ഹറാമ് കണ്ടാൽ, ഒരു ഹറാമ് കേട്ടാൽ, ഒരു ഹറാമ് ചെയ്താൽ, കാനത്ത് നുഖ്തതൻ സൗദാ, അതവന്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളിയായി മാറും. അവന്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴുന്നതാണ്. അതിങ്ങനെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി. പല ഹറാമും ദിവസവും കേൾക്കും, പല ഹറാമും ദിവസവും കാണും, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ പോവാൻ. എന്നാൽ ഈ പുള്ളി വീണ് 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 ഹത്താ തഅലു, ഹൃദയം ശരിക്കാണ്ട് മൂടും. മൂടിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ നൂറു തജല്ലി നമ്മളെ കൽബിലേക്ക് പതിയാതെ വരും. ഒരു ടോർച്ച്
നമ്മളൊരു ചുമരിലേക്ക് അടിച്ചാൽ ആ ടോർച്ചിന്റെ ബൾബിന്റെ ഫിലമെന്റിൽ നിന്ന് അതിന്റെ വെളിച്ചം ആ ചുമരിലേക്ക് പതിയുന്നത് പോലെ ഇലാഹായ റബ്ബിന്റെ നൂറു തജല്ലി നമ്മളെ കൽബിലേക്ക് പതിഞ്ഞു കിട്ടണം. അപ്പൊ ഇബാദത്തൊക്കെ ഒരു മധുരായി മാറും. അപ്പൊ നല്ലതിനോട് വലിയ താല്പര്യം ഉണ്ടാകും. എന്നാൽ ചില ആളുകളുടെ ഹൃദയത്തിലേക്ക് അറ വീണ് 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 ആ വെളിച്ചം ഹൃദയത്തിൽ തട്ടാതെയാകും. അപ്പൊ എന്താ വഴി? നിഷ്കളങ്കമായ ഒരു തൗബ അയാൾ ചെയ്യലോട്, ഇലാഹായ റബ്ബിനോട് പാപമോചനം തേടലോട് ആ ഹൃദയത്തിൽ നിന്ന് കറകളൊക്കെയും നീങ്ങി അത് പരിപൂർണ റാഹത്തിലാകുമെന്ന്, ക്ലിയറാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹജ്ജിനൊക്കെ ഏകദേശം ഡേറ്റ് പറഞ്ഞവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഗവൺമെന്റ് ഹാജിമാരിൽ തന്നെ 14-ാം തീയതി ഫ്ലൈറ്റാണ്, 15-ാം തീയതി ഫ്ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പോകുന്നതിന് മുമ്പ് ഒരു ദിവസം രാത്രി നമ്മൾ എന്തായാലും ആ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് നിഷ്കളങ്കമായ ഒരു തൗബ, ആ തൗബയുടെ അദബുകളൊക്കെ ഒപ്പിച്ച് ചെയ്ത തെറ്റിന്റെ പേരിൽ നന്നായി വേദനിച്ച് ഇനി ഒരിക്കലും ഒരു തെറ്റിലേക്കും മടങ്ങില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ആ തെറ്റുകളിൽ നിന്നൊക്കെ നണ്ട് പൂർണ്ണമായും മാറി നിന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ആത്മാർത്ഥമായൊരു തൗബ ചെയ്ത് ഹൃദയമൊന്ന് ശുദ്ധിയാക്കൽ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു അദബാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യം നമുക്കൊന്ന് ചെയ്യാം. അത് മറക്കരുത്. കാരണം അള്ളാഹുവിൽ നിന്ന് എല്ലാ റഹ്മത്തും എല്ലാ ഘട്ടത്തിലും നമുക്ക് കിട്ടണം. നമുക്ക് ആ നൂറു തജല്ലി കൽബിലേക്ക് അങ്ങനെ പതിഞ്ഞു കിട്ടണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. അപ്പം ഏതായാലും അങ്ങനെ ഒരു തൗബയൊക്കെ ചെയ്തു. പോകാനുള്ള ഡേറ്റ് ആയി തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു 40 ദിവസം, 35, 40, 41 ദിവസങ്ങളൊക്കെ മക്കയിലും മദീനയിലും ഒക്കെയായി യാത്രയിലൊക്കെയായി അങ്ങനെ കഴിഞ്ഞുകൂടണം. അപ്പം അതിനാവശ്യമായ വസ്തുക്കളൊക്കെ നമ്മൾ കൊണ്ടുപോകണമല്ലോ. അപ്പം അതിനാവശ്യമായ വസ്തുക്കളൊക്കെ കൃത്യമായി നമ്മളെ ലഗേജ് നമ്മൾ ഒരുക്കി തയ്യാറാക്കണം. മോനോടതാ അളക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം റാഹത്തിലാക്കി പെരുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജാലിസിൽ അള്ളാഹു ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നല്ല പറഞ്ഞതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.